ഹായ്, ദിസ് ഇസ് കാങ്കറു മദർ ആൻഡ് ചൈൽഡ്. അമ്മയുടെയും കുട്ടിയുടെയും എല്ലാ വീഡിയോസിനുമായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത് സെർവിക്സ്, അതായത് ഗർഭാശയ മുഖം എത്ര പെട്ടെന്ന് ഓപ്പൺ ആകുക, നാച്ചുറൽ ഡെലിവറി നടക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. മിക്ക ഗർഭിണികൾക്കും ഉണ്ടാകുന്നൊരു ടെൻഷനാണ്. ലാസ്റ്റ് സ്കാനിങ്ങിൽ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് പറയുന്നൊരു കാര്യമാണ്, സെർവിക്സ് ഓപ്പൺ ആയിട്ടില്ല, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുണ്ട്, ചെറിയ രീതിയിൽ 1-2 സെൻറ്റിമീറ്റർ മാത്രമേ ഡയലേഷൻ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് അയക്കുന്നൊരു കാര്യം. ഡ്യൂ ഡേറ്റ് അടുത്തിട്ടും, അതായത് നിങ്ങളുടെ ഡെലിവറി ഡേറ്റ് അടുത്തിട്ടും നിങ്ങളുടെ സെർവിക്സ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില ടിപ്സ് ഉണ്ട്. എക്സസൈസും അല്ലാണ്ടുള്ള കാര്യങ്ങളുമാണ് ഞാനീ പറയാൻ പോകുന്നത്. ഇവയെല്ലാം നിങ്ങൾക്ക് ഒരാളുടെ സഹായത്തോടെയോ അല്ലാതെയോ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ. ഞാനിനി പറയാൻ പോകുന്ന കാര്യം നിങ്ങളൊരു 37 ആഴ്ച കഴിഞ്ഞിട്ടുള്ളൊരു ഗർഭിണിയാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുന്നതാണ് നല്ലത്. കാരണം നിങ്ങളുടെ കുഞ്ഞിൻ്റെ എല്ലാ അവയവങ്ങളും പൂർണ്ണമായി വളർച്ചയിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് 37 വീക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം മാത്രം നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു നോക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും റെസ്റ്റോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ, ഇതിനു മുമ്പ് ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ തന്നെ പൂർണ്ണമായും ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഒന്നാമതായി വാക്കിംഗ് ആണ് വരുന്നത്. ഏറ്റവും ഈസി ആയിട്ടുള്ളതും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് വാക്കിങ്. ഇതേ സമയം നിങ്ങൾ ഒരു 20 മിനിറ്റ്സൊക്കെ ഡെയിലി ഒരു 37 വീക്കിന് ശേഷം നടക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടി, അതായത് ഹെഡ് ഡൗൺ ആയ കുട്ടി സെർവിക്സിൽ വളരെയധികം പ്രഷർ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സുഖപ്രസവത്തിന് ഇത് ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. രണ്ടാമതായിട്ട് വരുന്നത് സ്ക്വാട്ടിംഗ് ആണ്. ഈ സ്ക്വാട്ടിങ് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സുഖപ്രസവത്തിനായിട്ട്. ഇതേപോലെ താഴത്തേക്ക് ഇരുന്നിട്ട് പതിയെ എഴുന്നേൽക്കുക. അങ്ങനെ നിങ്ങൾക്കൊരു 10-15 തവണ ചെയ്യാവുന്നത് കൂടെയാണ്. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു സപ്പോർട്ടിന് എഴുന്നേൽക്കാനും ഇരിക്കാനുമായിട്ട് നിങ്ങൾക്കൊരു വിൻഡോൻ്റെ അടുത്ത് കമ്പിയിൽ പിടിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ ബെഡിൻ്റെ സൈഡിൽ നിന്നെല്ലാം ചെയ്യാവുന്നതാണ്. കൂടുതൽ പ്രഷർ ബെഡിലേക്ക് കൊടുക്കാതെ ഇരുന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുക. മൂന്നാമതായിട്ട് സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നതാണ്. 37 വീക്കിന് ശേഷം എല്ലാ ഗർഭിണികൾക്കും വാക്കിങ്ങിന് ശേഷം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണ് സ്റ്റെപ്പുകൾ കയറി ഇറങ്ങുന്നത്. ഇത് നിങ്ങളുടെ പെൽവിക് ഏരിയ സ്ട്രോങ് ആക്കാനും ബ്ലഡ് ഫ്ലോ കൂട്ടാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ ലേബർ ഈസി ആക്കാനും കൂടെ സഹായിക്കുന്നുണ്ട്. നാലാമതായിട്ട് ബട്ടർഫ്ലൈ എക്സസൈസാണ് വരുന്നത്. ഇതും ഒരു ഈസി മെത്തേഡാണ്. താഴത്തിരുന്നാണ് നിങ്ങളിത് ചെയ്യേണ്ടത്, ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ. ഇത് ചെയ്യുന്നതിലൂടെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പെൽവിക് ഏരിയയിലുള്ള മസിൽസ് എല്ലാം സ്ട്രോങ് ആകുന്നുണ്ട്. അതുപോലെ ബാക്ക് പെയിൻ കാര്യങ്ങളൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബാക്ക് പെയിൻ എല്ലാം കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നിങ്ങളുടെ ലേബറിന് ഏറ്റവും ഹെൽപ്ഫുള്ളാണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ കാലുകൾ രണ്ടും ഇതുപോലെ അടുപ്പിച്ച് വെച്ചിട്ട് 2 കാലും താഴത്തേക്കും മുകളിലേക്കും ബട്ടർഫ്ലൈയുടെ പോലെ മൂവ് ചെയ്യേണ്ടതാണ്. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ചെയ്യുന്നതിലൂടെ നിങ്ങൾ നല്ല റിലീഫ് ആകുന്നതാണ്. അതേപോലെ ഇത് ചെയ്തിട്ട് എന്തെങ്കിലും കിതപ്പോ ബുദ്ധിമുട്ടുകളോ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ 37 ആഴ്ചയ്ക്ക് ശേഷം ഡേറ്റ്സൊക്കെ, അതായത് ഈന്തപ്പഴമെല്ലാം കഴിച്ചു തുടങ്ങാവുന്നതാണ്. ഒരു 2 ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 5 വെച്ചൊക്കെ ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് ബ്രസ്റ്റ് മസാജിങ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്രസ്റ്റിൻ്റെ നിപ്പിൾ, അതായത് ബ്ലാക്ക് ഏരിയോളയിൽ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ റിലീസ് ചെയ്യുന്നതാണ്. ഇത് നിങ്ങളെ കൺട്രാക്ഷൻസും അതേപോലെ നോർമൽ ഡെലിവറി പെയിൻ പെട്ടെന്ന് വരാനായിട്ട് നിങ്ങളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. എത്രയൊക്കെ ചെയ്താലും നിങ്ങൾക്ക് പ്രധാനമായിട്ടും വേണ്ടത് നല്ലപോലെ വിശ്രമമാണ്. ഇതേ സമയം നല്ലപോലെ ടെൻഷനൊന്നുമില്ലാതെ വിശ്രമിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നല്ലപോലെ ഉറങ്ങുക, നല്ലപോലെ വെള്ളം കുടിക്കുക. ഇതൊക്കെയാണ് ഒരു ഗർഭിണിക്ക് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 37 വീക്കിന് ശേഷം മാത്രം ഈ എക്സസൈസുകൾ ചെയ്യാൻ ശ്രമിക്കുക. 37 ആഴ്ച കഴിഞ്ഞിട്ടുള്ള എല്ലാ ഗർഭിണികൾക്കും ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡ് കൂടെയാണ്. ഇതിലൂടെ നിങ്ങൾക്ക് നാച്ചുറൽ ഡെലിവറി പെയിൻ ആൻഡ് കൺട്രാക്ഷൻസ് വരാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു.
ഇനിയും നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നത് വരെ ബൈ ബൈ.